നമസ്കാരം. 40 വയസ്സിന് ശേഷമാണ് ഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കിയത്. എന്താ, വിശ്വാസം വരുന്നില്ലേ? ചുറ്റുമൊന്ന് കണ്ണോടിക്കുക. എന്നാൽ 40 കഴിഞ്ഞാൽ ജീവിതം താഴേക്കാണ് എന്നാണ് പലരും കരുതുന്നത്. അങ്ങനെ കരുതുന്നതാണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം. എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു, ഇതുവരെ എങ്ങുമെത്താൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ എന്തു ചെയ്യണം? ഞങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു പ്രേക്ഷകൻ കുറിച്ച കമന്റാണിത്. ഒരുപക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരുടെയും മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നെടുവീർപ്പോടെ സ്വയം പറഞ്ഞുപോയിട്ടുള്ള ഒരു വരിയാകാമിത്. ജീവിതം പൊരുതി ജയിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ മറന്നുപോയോ എന്നൊരു സംശയം. വേറൊരു പ്രേക്ഷകന്റെ കുറിപ്പ്. എന്നാൽ പ്രിയ സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, 50കളിലോ 40കളിലോ എത്തിയതുകൊണ്ട് ജീവിതം അവസാനിക്കുകയാണോ? നിങ്ങൾക്ക് 60 കഴിഞ്ഞാൽ എന്താ പ്രശ്നം? യഥാർത്ഥ ജീവിതം അവിടെ തുടങ്ങുകയാണ് എന്ന് വിശ്വസിക്കുക. ഈ പ്രായത്തിലും നിങ്ങൾ ശ്വസിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിതം ആസ്വദിക്കാനും പുതിയ സ്വപ്നങ്ങൾ കാണാനും വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾ പ്രായത്തെ ഒരു തടസ്സമായി കാണുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് 40 വയസ്സിന് ശേഷമാണ് ആളുകൾ യഥാർത്ഥത്തിൽ കൂടുതൽ വിജയിക്കുന്നത്? ഒപ്പം എങ്ങനെ നമ്മുടെ ജീവിതശൈലിയിലും ചിന്താഗതിയിലും മാറ്റങ്ങൾ വരുത്തി ഈ രണ്ടാം ജന്മം, അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഇന്നിംഗ്സ് നമുക്ക് ഏറ്റവും മനോഹരമായി ആഘോഷിക്കാം? ശാസ്ത്രീയമായ കാരണങ്ങളും ജീവിതത്തിൽ നിന്ന് പകർത്തിയ ചില അനുഭവകഥകളും ചേർത്തുവെച്ച് നമുക്കിത് പരിശോധിക്കാം. വളരെയധികം ഗവേഷണങ്ങൾ നടത്തി ഈ പ്രോഗ്രാം തയ്യാറാക്കിയ നസീർ ഖാൻ സാഹിബ് ടി, റിട്ടയർഡ് ജില്ലാ ലേബർ ഓഫീസറും എഴുത്തുകാരനും എംപവർമെന്റ് മെന്ററും കോർപ്പറേറ്റ് ട്രെയിനറുമാണ്. ആദ്യം തന്നെ നമുക്കൊരു തെറ്റിദ്ധാരണ മാറ്റാം. 20കളാണ് ജീവിതത്തിന്റെ വസന്തം എന്നും 40 കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യത്തിലേക്കുള്ള കാത്തിരിപ്പാണെന്നും കരുതുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ചരിത്രവും കണക്കുകളും പരിശോധിച്ചാൽ നേരെ തിരിച്ചാണ് കാര്യം. KFC സ്ഥാപകനായ കേണൽ സാൻഡേഴ്സിനെ നോക്കൂ, വാൾമാർട്ടിന്റെ സാം വാൾട്ടനെ നോക്കൂ. ഇവരെല്ലാം തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് 40കൾക്കും 50കൾക്കും ശേഷമാണ്. നമ്മുടെ ലിയോണാർഡോ ഡാവിഞ്ചി തന്റെ മാസ്റ്റർപീസായ മൊണാലിസ വരച്ചത് 51ാം വയസ്സിലാണ്. നെൽസൺ മണ്ടേല 76ാം വയസ്സിലാണ് ആഫ്രിക്കൻ പ്രസിഡന്റായത്. എന്തുകൊണ്ടാണ് 40 വയസ്സിന് ശേഷം ആളുകൾക്ക് ഇത്തരം വലിയ വിജയങ്ങൾ നേടാൻ കഴിയുന്നത്? അതിന് കൃത്യമായ 7 കാരണങ്ങളുണ്ട്. ഒന്നാമതായി അനുഭവസമ്പത്താണ്. 20കളിൽ നമുക്ക് ലഭിക്കുന്ന അറിവ് പലപ്പോഴും പുസ്തകങ്ങളിൽ നിന്നോ ക്ലാസ് മുറികളിൽ നിന്നോ ആണ്. എന്നാൽ 40കളിലെത്തുമ്പോൾ നമ്മുടെ അറിവ് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് വാറ്റിയെടുത്തതാണ്. നമ്മൾ അനുഭവിച്ച പരാജയങ്ങൾ, നമ്മൾ കണ്ടുമുട്ടിയ ആയിരക്കണക്കിന് മനുഷ്യർ, ചതിക്കപ്പെട്ട സന്ദർഭങ്ങൾ, ഇവയെല്ലാം നൽകിയ തിരിച്ചറിവുകൾ നമ്മളെ വിവേകമുള്ളവരാക്കുന്നു. ഈ വിവേകമാണ് ശരിയായ തീരുമാനങ്ങളെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പുസ്തകത്തിലെ അറിവിനേക്കാൾ മൂർച്ചയുണ്ട് ജീവിതം തന്ന പാഠങ്ങൾക്ക്. രണ്ടാമത്തെ കാര്യം വൈകാരികമായ സ്ഥിരതയാണ്. ചെറുപ്പത്തിൽ നമുക്കുണ്ടായിരുന്ന എടുത്തുചാട്ടം, അകാരണമായ ദേഷ്യം, ഈഗോ, ഇവയൊക്കെ ഈ പ്രായത്തിൽ പാടെ മാറും. വൈകാരികമായി നമ്മൾ പക്വത പ്രാപിക്കും. ഏറ്റവും വലിയ കാര്യം മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന അനാവശ്യ ചിന്ത നമ്മൾ ഉപേക്ഷിക്കും എന്നതാണ്. സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു. മൂന്നാമതായി നമുക്ക് ചുറ്റുമുള്ള ശക്തമായ നെറ്റ്വർക്കാണ്. നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മളോടൊപ്പം ജോലി ചെയ്തവരും ഇപ്പോൾ എവിടെയാണ്? അവരും 40കളിലോ 50കളിലോ എത്തിയിട്ടുണ്ടാകും. അവരിൽ പലരും ഉന്നത ഉദ്യോഗസ്ഥരോ ബിസിനസ്സുകാരോ സ്വാധീനമുള്ള വ്യക്തികളോ ആയിരിക്കും. നിങ്ങൾക്കൊരു പുതിയ സംരംഭം തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സഹായം വേണമെങ്കിൽ, ഒന്ന് വിളിച്ചാൽ വിശ്വസ്തരായ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും എന്നത് 20കാരന് ലഭിക്കാത്ത വലിയൊരു മൂലധനമാണ്. നാലാമത്തെ ഘടകം സാമ്പത്തിക അച്ചടക്കമാണ്. യുവത്വത്തിൽ പണം കിട്ടുമ്പോൾ അത് ധൂർത്തടിക്കാനുള്ള പ്രവണത കൂടുതലാണ്. എന്നാൽ മധ്യവയസ്സിൽ നമ്മൾ പണത്തിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നു. അതെങ്ങനെ നിക്ഷേപിക്കണം, എങ്ങനെ വളർത്തണം എന്ന് പഠിക്കുന്നു. സാമ്പത്തികമായി കുറച്ചുകൂടി ഭദ്രമായ നിലയിലായതുകൊണ്ടുതന്നെ കണക്കുകൂട്ടിയ റിസ്കുകൾ എടുക്കാൻ നമുക്ക് ധൈര്യം വരുന്നു. അഞ്ചാമതായി സ്വയം തിരിച്ചറിവ് അഥവാ സെൽഫ് റിയലൈസേഷൻ. എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? എന്റെ കഴിവുകൾ എന്തൊക്കെയാണ്? എന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ 40 വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്കുണ്ടാകും. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാതെ സ്വന്തം പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാൻ ഈ ബോധ്യം നമ്മളെ സഹായിക്കും. ആറാമത്തെ കാര്യം ക്ഷമയാണ്. ഒരു മരം നട്ടാൽ അത് വളർന്ന് കായ്ക്കാൻ സമയമെടുക്കുമെന്ന് നമുക്കറിയാം. യുവത്വത്തിൽ പെട്ടെന്നുള്ള ഫലങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ വലിയ വിജയങ്ങൾക്ക് സമയമെടുക്കുമെന്നും
പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള പടവുകളാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. ഈ ക്ഷമയാണ് ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഏഴാമതായി ഫോക്കസ്. അനാവശ്യമായ സൗഹൃദങ്ങൾക്കും വെറുതെ സമയം കളയുന്ന കാര്യങ്ങൾക്കും ഇനി നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. ലക്ഷ്യത്തിലേക്ക് നയിക്കാത്ത എന്തിനോടും നോ പറയാൻ നമ്മൾ പഠിക്കുന്നു. സമയം എത്ര വിലപ്പെട്ടതാണെന്ന ബോധ്യം ഓരോ നിമിഷവും ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ 40കളും 50കളും ഒരു സുവർണ കാലഘട്ടമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷേ ഈ വിജയം കൈവരിക്കണമെങ്കിൽ, ആ ഊർജം നിലനിർത്തണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും അതിന് പാകമായിരിക്കണം. ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ മനുഷ്യന്റെ ആയുസ് കൂടിയിട്ടുണ്ട്. എന്നാൽ മരണവും കാത്ത് മരുന്നുകളുടെ സഹായത്തോടെ ബന്ധുക്കൾക്ക് ഭാരമായി കഴിയുന്ന വാർദ്ധക്യമാണോ നമുക്ക് വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് ഹെൽത്ത് സ്പാൻ ആണ്. അതായത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെ ചുറുചുറുക്കോടെ ഇരിക്കുക എന്നത്. അതിന് നിങ്ങളെ സഹായിക്കുന്ന 8 പ്രായോഗിക തന്ത്രങ്ങൾ അല്ലെങ്കിൽ 8 സ്ട്രാറ്റജികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായി, സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പുനർനിർണയിക്കുക. റിട്ടയർമെന്റ് എന്നാൽ ജീവിതത്തിന്റെ അവസാനമല്ല, അത് ജോലിയുടെ അവസാനം മാത്രമാണ്. മനസ്സിന് പ്രായമാകാത്തിടത്തോളം കാലം ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. 70കളിലും 30കളിലെ പോലെ ഓടി നടക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പഴയ സ്വപ്നങ്ങളെ പൊടിതട്ടിക്കോളൂ. അതൊരു യാത്രയാകാം, ഒരു കൃഷിയാകാം, അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുന്നതാകാം ലക്ഷ്യങ്ങൾ. ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതമാണ് മനുഷ്യനെ പെട്ടെന്ന് വയസ്സനാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ പുതിയ ലക്ഷ്യങ്ങൾ കുറിച്ചിടുക. രണ്ടാമതായി, ജീവിതശൈലീ രോഗങ്ങളെ ചെറുക്കുക. പണ്ടൊക്കെ 50-60 വയസ്സിൽ വന്നിരുന്ന പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഇന്ന് 30കളിൽ തന്നെ വിരുന്നുകാരായി എത്തുന്നുണ്ട്. ശരീരം എന്തെങ്കിലും അസ്വസ്ഥത കാണിച്ചാൽ മാത്രം ഡോക്ടറെ കാണുന്ന ശീലം മാറ്റുക. 40 കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുക. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുകയാണ്. മൂന്നാമതായി, ആഹാരക്രമത്തിലെ മാറ്റം. നമ്മുടെ നാവ് ആവശ്യപ്പെടുന്ന രുചിയേക്കാൾ നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന പോഷകങ്ങൾക്ക് പ്രാധാന്യം നൽകുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അരി, ഗോതമ്പ്, മധുരം എന്നിവ കുറച്ച് പ്രോട്ടീനും നാരുകളും അടങ്ങിയ പച്ചക്കറികൾ, മീൻ, മുട്ട എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഞാൻ പണ്ടേ ഇങ്ങനെയാണ് കഴിക്കുന്നത് എന്ന വാദം ഈ പ്രായത്തിൽ നടക്കില്ല. പ്രായത്തിനനുസരിച്ച് ഭക്ഷണത്തിലും മാറ്റം അനിവാര്യമാണ്. നാലാമത്തെ കാര്യം വളരെ പ്രധാനമാണ്: വ്യായാമം. ഇവിടെ ഞാൻ 52 വയസ്സുള്ള അനിലിന്റെ ഒരു കഥ പറയാം. ഒരു ദിവസം അനിൽ തന്റെ ഭാര്യയോട് പറഞ്ഞു, നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. ഇത് കേട്ടപ്പോൾ മകൻ കളിയാക്കി ചിരിച്ചു. ഭാര്യ പറഞ്ഞു, ഈ വയസ്സുകാലത്തിനി മസിൽ ഭരിപ്പിക്കാനാണോ പോകുന്നത്? വല്ലതും പറ്റി ഒടിഞ്ഞാൽ പിന്നെ ആശുപത്രിയിൽ കിടക്കാം. പക്ഷേ അനിലിന്റെ മറുപടി വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വയസ്സ് 52 ആയതുകൊണ്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചേട്ടൻ ബാത്റൂമിൽ തെന്നിവീണ് ഇടുപ്പല്ലൊടിഞ്ഞില്ലേ? പ്രായമാകുമ്പോൾ മസിൽ ബിൽഡിങ്ങും ബാലൻസിംഗ് എക്സസൈസും ചെയ്താലേ പേശികൾക്ക് ബലം കിട്ടൂ. എങ്കിൽ മാത്രമേ വീഴാതെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അല്ലാതെ ബോഡി ബിൽഡറാണാനല്ല ഞാൻ പോകുന്നത്. വാർദ്ധക്യത്തിൽ വടി കുത്താതിരിക്കാനാണ്. നോക്കൂ, എത്ര വലിയൊരു സത്യമാണത്. നടത്തം മാത്രം പോരാ, പേശികൾക്ക് ബലം നൽകുന്ന വ്യായാമങ്ങളും 40 കഴിഞ്ഞാൽ അത്യാവശ്യമാണ്. അഞ്ചാമതായി, ബന്ധങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. ഹാർവാർഡ് സർവകലാശാല നടത്തിയ ഒരു പഠനത്തിൽ തെളിഞ്ഞത്, മനുഷ്യന്റെ ആയുസ്സും സന്തോഷവും വർദ്ധിപ്പിക്കുന്നത് പണമോ പ്രശസ്തിയോ അല്ല, മറിച്ച് നല്ല ബന്ധങ്ങളാണ് എന്നാണ്. റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ മാത്യു സാറിന്റെ അനുഭവം നോക്കൂ. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം വീട്ടിലാകെ അസ്വസ്ഥനായിരുന്നു. മക്കളും കൊച്ചുമക്കളും തന്നെ ശ്രദ്ധിക്കുന്നില്ല, ആരും ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ് അദ്ദേഹം എപ്പോഴും വഴക്കുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം വീട്ടിൽ വെറുക്കപ്പെട്ടവനായി മാറി. ഒടുവിലൊരു സുഹൃത്തിന്റെ ഉപദേശപ്രകാരം അദ്ദേഹം തന്റെ പഴയ കോളേജ് ഗ്രൂപ്പിലും റെസിഡൻസ് അസോസിയേഷനിലും സജീവമായി. സമപ്രായക്കാരുമായുള്ള സംസാരവും സൗഹൃദവും അദ്ദേഹത്തിന് പുതിയ ജീവൻ നൽകി. ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് നൽകുന്ന ഉപദേശം നമ്മൾ ശ്രദ്ധിക്കണം. മക്കളെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. അവരുടെ ജീവിതത്തിൽ അമിതമായി ഇടപെടാതിരിക്കുക. ഉപദേശങ്ങൾ കുറയ്ക്കുക. നമ്മൾ ഭാരമിറക്കിവെച്ച് ആസ്വദിക്കേണ്ട സമയമാണിത്. പരാതികൾ ഒഴിവാക്കി പോസിറ്റീവായ മനുഷ്യരോടൊപ്പം സമയം ചെലവഴിക്കുക. ആറാമതായി, തലച്ചോറിന്റെ ആരോഗ്യം. ശരീരം പോലെ തന്നെ പ്രധാനമാണ് തലച്ചോറും. പ്രായമാകുമ്പോൾ ഉറക്കം കുറയുന്നത് സ്വാഭാവികമാണെന്ന് കരുതി അവഗണിക്കരുത്. നല്ല ഉറക്കം അഥവാ ക്വാളിറ്റി സ്ലീപ്പ് അത്യാവശ്യമാണ്. ഉറക്കക്കുറവ് ഓർമ്മക്കുറവിനും അൽഷിമേഴ്സിനും വരെ കാരണമാകും. അതുപോലെ തലച്ചോറിന് പണി കൊടുക്കുക. സുഡോക്കു കളിക്കുക, പുതിയൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പുതിയൊരു സ്കിൽ പഠിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തലച്ചോറിൽ പുതിയ ന്യൂറോൺ കണക്ഷനുകൾ ഉണ്ടാകും. അത് തലച്ചോറിന്റെ യുവത്വം നിലനിർത്തും.
ഏഴാമതായി മാനസികാരോഗ്യം. ഓവർ തിങ്കിംഗ് അഥവാ അമിത ചിന്തയാണ് വാർദ്ധക്യം നേരിടുന്ന മറ്റൊരു പ്രധാന വില്ലൻ. ഒന്നുകിൽ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള സങ്കടം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക. ഇതിൽ രണ്ടിലും കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഭാവി നമ്മുടെ കയ്യിലുമല്ല. ഉള്ളത് ഈ നിമിഷം മാത്രമാണ്. അത് ആസ്വദിക്കാൻ പഠിക്കുക. മെഡിറ്റേഷൻ, പ്രാർത്ഥന, യോഗ എന്നിവ ശീലമാക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. എട്ടാമതായി, സ്വന്തം ഇഷ്ടങ്ങൾക്കും പാഷനും വേണ്ടി ജീവിക്കുക. ഇത്രയും കാലം നിങ്ങൾ ഓടിയത് ആർക്കൊക്കെ വേണ്ടിയായിരുന്നു? മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി. സ്വന്തം ഇഷ്ടങ്ങൾ പലതും നിങ്ങൾ മാറ്റിവെച്ചു. ഇനി ആർക്കും വേണ്ടി ജീവിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം. യാത്രകൾ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോകണം. പാട്ട് പാടാൻ ഇഷ്ടമാണെങ്കിൽ പാടണം. ചിത്രം വരയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യണം. ജീവിതത്തിന്റെ ഈ സായാഹ്നത്തിൽ ചെയ്യാതെ പോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഖേദിക്കാനിടവരരുത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ചു വന്നപ്പോഴേക്കും ജീവിതത്തിന്റെ തിരശീല വീഴാറായി എന്ന ആ കമന്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. സമയം ആരെയും കാത്തുനിൽക്കില്ല. പക്ഷേ തിരശീല വീഴുന്നതിനു മുൻപ് ഇനിയുള്ള സമയം നമുക്ക് ഗംഭീരമാക്കാം. ജരാനരകൾ ബാധിക്കാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ, അല്പം ക്രിയേറ്റിവിറ്റിയും ആത്മാർത്ഥതയുമുണ്ടെങ്കിൽ, ജീവിത വിജയത്തിന് പ്രായം ഒരു തടസ്സമേ അല്ല. ഓർക്കുക, 40കളും 50കളും 60കളും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും അർത്ഥപൂർണമായ കാലഘട്ടമാക്കി മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങളുടെ രണ്ടാം ജന്മം ഇന്നു മുതൽ, അല്ല ഇപ്പോൾ മുതൽ ആരംഭിക്കുകയാണ്. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു വെളിച്ചം നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഈ അറിവുകൾ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. 40 വയസ്സ് കഴിഞ്ഞ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സ്പാർക്കായിരിക്കാം ഇത്. നന്ദി.